നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതല്ലേ ആള്? അതെ, ഇവൻ തന്നെ. അപ്പൊ ആളാരാന്ന് മനസ്സിലായി. ഇനി കുട്ടി എവിടെയൊന്നും കൂടി കണ്ടുപിടിച്ചാ മതി. അത് എളുപ്പമാവില്ല. ഭീമൻ ഈ നാട്ടിൽ കുറെ താവളങ്ങളുണ്ട്. അതിലേതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനെ ഓരോന്നായിട്ട് അന്വേഷിച്ചു പോയാ പോരെ? ആദ്യത്തെ സ്ഥലത്ത് തന്നെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോ അവന് മനസ്സിലാവില്ലേ നമ്മൾ അവന്റെ പുറകെയാണെന്ന്? അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അവൻ എന്റെ മോളെ കൊന്നുകളയും. ഡോക്ടർ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. നമ്മൾ കുഞ്ഞിനെ അന്വേഷിച്ചു പോകണ്ട. ഭീമൻ തന്നെ നമ്മളെ മോളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതെങ്ങനെ? ചേച്ചി മരിച്ചെന്നറിഞ്ഞ അവൻ എന്തായാലും കുട്ടിയുള്ള സ്ഥലത്തേക്ക് പോവും. ഗിരിയേട്ടനും വക്കീലും അയാളെ പിന്തുടർന്ന് പോയാ പോരെ? അത് കൊള്ളാലോ. അതിലൊരു പ്രശ്നമുണ്ട്. മഞ്ജുവിനെ കൊന്നാ മാത്രം പോരെന്ന് അവൻ പറഞ്ഞു. മഞ്ജുവിനെ കൊന്നതിന്റെ വീഡിയോ എടുത്ത് അയാൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞത്. മഞ്ജു മരിച്ചെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ എന്റെ മോള് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തൂന്നാ അയാള് പറഞ്ഞത്. ഇത്രയും കാലം മഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് അവനിപ്പോ എന്ത് കണ്ടാലും സംശയമായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്ന ബുദ്ധി അവന് വന്നത്. മഞ്ജു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നവരെ അവനിവിടെ നിന്ന് പോകില്ല. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് വേണ്ടത് ചേച്ചി മരിക്കുന്ന ഒന്ന് കാണണമെന്നല്ലേ? നമുക്ക് ചേച്ചി അങ്ങ് കൊന്നുകളയാം. തനിക്കെന്താ വട്ടായോ? ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. ഭീമന് ചേച്ചി മരിച്ചു എന്ന് തോന്നുന്നത് പോലെ ഒരു വീഡിയോ മാത്രം കിട്ടിയാ മതി. അയാളെ അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അയാൾക്ക് ആ വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഡോക്ടർ ഒന്നും കൊണ്ടും പേടിക്കണ്ട.